ഹലോ, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നത് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാട്ടോ വരുന്നത്. അപ്പം രാവിലെ തന്നെ ഞാനൊരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ തന്നെ പുറത്ത് പോയിക്കപ്പം നല്ല മഴ പെയ്തിട്ടുള്ള പോലെയൊക്കെ ഇന്നലെയൊക്കെ പെയ്തിട്ടുണ്ടാവും. ചെറുതായിട്ട് ചാറലൊക്കെ ഉണ്ട് കേട്ടോ, മഴ അങ്ങനെ. അപ്പം പിന്നെ എനിക്ക് ഒന്നും കൂടെ പോയി കിടന്നുറങ്ങാനൊക്കെ തോന്നി. അങ്ങനെ പല്ലൊക്കെ തേച്ച് അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ ഉണ്ട് ദോശ. അപ്പം ഞാൻ ചൂടോടൊക്കെ 2 ദോശ ചുട്ട് എന്നിട്ട് ഞാൻ കഴിക്കാനിരുന്നു. ദോശയും വത്തക്കയും ചട്നിയും എല്ലാം കൂടി വെച്ചങ്ങാണ്ട് ഞമ്മന്ന് പറഞ്ഞാണ്ട് തിന്നാട്ടോ ഗൈസ് ഞാൻ. അങ്ങനെ ഇന്ന് ഗൈസ് ഞാൻ എമ്പുരാൻ കാണാൻ പോകുന്നുണ്ട് ഗൈസ്. ആ ത്രില്ലിലായിരുന്നു ഞാൻ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ ലൂസിഫർ പോലും കണ്ടിട്ടില്ല. എന്നിട്ടാണ് ഞാൻ എമ്പുരാൻ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ലൂസിഫർ ഡൗൺലോഡ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഒരു നാരങ്ങ തിന്ന് പിന്നെ ഞാൻ ലൂസിഫർ കാണാൻ തുടങ്ങി കേട്ടോ. ലൂസിഫർ കണ്ടിട്ട് എനിക്ക് വല്ലാണ്ടൊന്നും മനസ്സിലാവണില്ല. ഒക്കെ കുറേ പേരുകളും എന്തൊക്കെയോ ആയിട്ടൊന്നും മനസ്സിലാവില്ല കേട്ടോ. അപ്പം ഞാൻ പോയിങ്ങാണ്ട് എക്സ്പ്ലനേഷൻ ഉണ്ടാവുമല്ലോ, അരമണിക്കൂറിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ, അത് പോയി കണ്ടു കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ചോറും മീൻകറിയും 2 ഉപ്പേരിയും അച്ചാറൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം ഒരു വത്തക്ക വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ 6 മണീൻ്റെ ഷോ ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പം അത്ര സീറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നോക്കി. അപ്പം അവിടെ നിന്ന് കുറേ സീറ്റ് കിട്ടി. അപ്പം 4 സീറ്റ് ഞാനും അമ്മയും അമ്മേൻ്റെ ഫ്രണ്ടും മോളും ആയിരുന്നു കേട്ടോ കൂടെ ഉള്ളത്. അപ്പം അച്ഛന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, മൂവി, ടൂറ്, പുറത്ത് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ആൾക്ക്. അതുകൊണ്ട് അച്ഛൻ വരാഞ്ഞേ. അങ്ങനെ ഞാനിതാ മാറ്റിക്കൊണ്ടിരിക്കുക. അമ്മ അവിടെ താഴെ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഗൈസ് എൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സുന്ദരി, ചെറുപ്പം മുതലേ സുന്ദരി വിളിച്ച് വലുതായപ്പോൾ അതൊരു ആൺകുട്ടിയായിരുന്നു കേട്ടോ. അത് എങ്ങോട്ടെങ്കിലും 2 ദിവസം എങ്ങോട്ടെങ്കിലുമൊക്കെ തെണ്ടാൻ പോവും, പിന്നെ വരില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം കേട്ടോ വരിക. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ടാവും, അത് പോയിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും. അന്ന് നായ്ക്കളൊക്കെ പാടെ കോഴിക്കളെ ബാക്കിൽ ഓടി. അന്ന് കാണാണ്ടായതാണ് അവളെ. ഞാനിന്ന് രാത്രി വന്ന് നോക്കിയപ്പോൾ അത് വന്ന് ഗൈസ്. അത് ഞാൻ വേറെ പിന്നെ പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാനെന്താ ഇത്ര എക്സ്പ്രഷൻ ഇടുന്നത് വെച്ചാൽ നാളെയാണ് എൻ്റെ ഹെയർ വാഷ് ഡേ. അപ്പം ഇന്ന് ഭയങ്കര കെട്ടിക്കൊടുക്ക് കിടക്കുക. ഞാൻ അതിൻ്റെ ഇടയിലൊന്നും കെട്ടിക്കൊടുക്ക് തീർന്നില്ല. ഒരിക്കലും കെട്ടിക്കൊടുക്ക് തീർത്ത് കെട്ടി വെച്ചാൽ പിന്നെ ഞാൻ അടുത്ത ഹെയർ വാഷ് ഡേക്കാണ് കെട്ടിക്കൊടുക്ക് തീർക്കൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻസൊക്കെ ആട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ ഞാനിപ്പോൾ കെട്ടിയ പോലെയല്ല പോകുമ്പോൾ കെട്ടിയത്. എല്ലാവർക്കും അറിയാലോ, എല്ലാവരും വീട്ടിലുള്ളൊരു പ്രശ്നമായിരിക്കും. എങ്ങോട്ടെങ്കിലും തിരക്കിട്ട് പോകാൻ നേരത്തായിരിക്കും ഒന്നെങ്കിലും മുടിക്കെട്ട് കാണൂല, ക്ലിപ്പ് കാണൂല. അതും ഒരാൾ എൻ്റെ കയ്യിൽ എത്രത്തോനെ ടിക്ക് ഉണ്ടെന്നറിയോ, അതൊരൊറ്റ എണ്ണം പോലും ഈ സമയത്ത് കണ്ടിട്ടില്ല. അപ്പം എനിക്ക് ബാക്കിൽ പൊന്തിക്കുന്ന മുടി കുത്താൻ വേണ്ടിയിട്ട് ഫുള്ള് അടിച്ച് പെറുക്കി ഒരൊറ്റ എണ്ണം പോലും കിട്ടിയില്ല കേട്ടോ. അവസാനം ഗൈസ് ഞാൻ മുടി മാറ്റി കെട്ടേണ്ടി വന്നു ഗൈസ്. അപ്പം ഞാൻ മുടി മാറ്റിയിട്ടാണ് വേറെ കേട്ടോ കെട്ടിയത്. അങ്ങനെ അപ്പം ഞങ്ങൾ ഇവിടുത്തെ കോഴിക്കോട് മണ്ണൂർ വളവത്തെ ഇവിടെയാട്ടോ പോകുന്നത്. തിയേറ്ററിലേക്കാണ് പോകുന്നത്, ചിത്രാപ്ലെക്സിലേക്കാട്ടോ പോകുന്നത്. അങ്ങനെ പിന്നെ ഗൈസ് ഞാൻ അവിടുന്ന് തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പോപ്കോൺ കിട്ടുന്നുണ്ടും അങ്ങനെ ഇതാക്കണ്ടും ഒക്കെ വീഡിയോയും അതൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആൾക്കാരെ നിന്ന് ചീത്തയ്ക്ക് പോയി വിചാരിച്ചിട്ട് ഞാനൊന്നും എടുത്തില്ല ഗൈസ്. അങ്ങനെ ഗൈസ് നിങ്ങൾ കുറേ ആൾക്കാരെൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. പിന്നെ ഞങ്ങളൊരു 6 മണീൻ്റെ ഷോയ്ക്ക് ഒരു 5:45 ആകുമ്പം 5:40 ആകുമ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെ പാർക്കിംഗ് ഫുള്ളായതുകൊണ്ട് ഞങ്ങളെ ബാക്കിലോ ഏതോ ഒരു തൊടിയിലേക്ക് കൊണ്ടുപോയി ഇങ്ങാണ്ട് നിർത്താൻ പറഞ്ഞ അയാൾ. അങ്ങനെ ഞങ്ങളിതാ കയറി മൂവി തുടങ്ങി. ഇനി മൂവി എങ്ങനെ ഉണ്ടായിനോ ചോദിച്ചാൽ കുഴപ്പമില്ലേനോ, അടിപൊളിയേനു. ഞാൻ മറ്റേ ലൂസിഫർ ഫുള്ളും കണ്ടില്ലല്ലോ. അപ്പം ഞാൻ വെറും എക്സ്പ്ലനേഷൻ മാത്രം പോയിട്ടാണല്ലോ കണ്ടത്. അതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ലേനു. മറ്റേ രോമാഞ്ചമൊക്കെ വന്ന് ഗൈസ്. ആദ്യത്തെ അടി സീന് ഫൈറ്റൊക്കെ കണ്ടപ്പോൾ അടിപൊളി സീന് സെറ്റായിരുന്നു. ഡയറക്ഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേന് വീട്ടിലെത്തിയപ്പം
പൊറാട്ട ഉണ്ടായിരുന്നു, ദോശ ഉണ്ടായിരുന്നു, കുറച്ച് ഉപ്പേരി ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ കുറച്ച് വത്തക്ക കഴിച്ചു. കണ്ടോ ഗൈസ്, എൻ്റെ സുന്ദരി വന്ന്. ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഫോണ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു മ്യാവെന്ന് പറഞ്ഞൊരു സൗണ്ട്. വെറുതെ പുറത്ത് നോക്കിയപ്പോൾ ഇത് വന്ന് നിൽക്കണേ. എത്രയോ കാലത്തിന് ശേഷം വന്ന് നിൽക്കുക. ഞാൻ ഇന്നും കൂടെ സ്വപ്നം കണ്ടിട്ടുള്ളേനു ഇത്. ഞാൻ അച്ഛനോട് പറയുകയും ചെയ്ത് അമ്മിക്കല്ലിൻ്റെ അടുത്ത് നിൽക്കണുണ്ടെന്ന്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളേനു കേട്ടോ. ഗുഡ് നൈറ്റ്.